നമസ്കാരം. തീർത്ഥയാത്ര എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് അതിപ്രശസ്തമായിട്ടുള്ള ചിദംബരേശ്വര ക്ഷേത്രത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. കൃപാസമുദ്രം സുമുഖം ത്രിനേത്രം ജടാധരം പാർവതി വാമഭാഗം സദാശിവം രുദ്രം അനന്തരൂപം ചിദംബരേശം ഹൃദിഭാവയാമി. ഓം ചിദംബരേശ്വരായ നമഃ. നമുക്ക് ചിദംബരേശ്വര ക്ഷേത്രത്തിന്റെ അതിവിശേഷമായിട്ടുള്ള ഫലങ്ങൾ, ചരിത്രം ഒന്ന് ശ്രവിച്ചു നോക്കാം. ഭൂലോക കൈലാസം എന്ന പേരിൽ വിശ്വപ്രസിദ്ധമായ മഹാക്ഷേത്രമാണ് തമിഴ്നാട്ടിലെ ചിദംബരം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചിദംബരം ക്ഷേത്രം. ചിദംബര ക്ഷേത്ര ദർശനം ഭക്തർക്ക് ഇഷ്ടകാര്യസിദ്ധിയും മനസ്സിന് ശാന്തിയും സമാധാനവും കൈവരിക്കുന്നതിന് ഉത്തമമാകുന്നു. പ്രാചീന കാലത്ത് തമിഴ്നാടിനെ ശിവാലയം എന്ന് വിളിച്ചിരുന്നതായി പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ലോകത്തിൽ ആദ്യമായി ഉണ്ടായ ഭൂപ്രദേശം എന്നത് കന്യാകുമാരി മുതലുള്ള സ്ഥലമാണെന്നും കരുതിപ്പോരുന്നു. ആ ആദിഭൂവിൽ ആദിശിവൻ തിരുനടനമാടുവാൻ തെരഞ്ഞെടുത്തു എന്നാണ് ഐതിഹ്യം. ശിവൻ സംരക്ഷിക്കുന്ന നാടാണ് തമിഴ്നാട്. തമിഴ്നാട്ടിലെ ഓരോ ഗ്രാമവും ലോകത്തിനു മുമ്പിൽ പ്രശസ്തമാകുവാൻ കാരണം ശിവക്ഷേത്രങ്ങൾ തന്നെയാണ്. തമിഴിൽ ഉദയം കൊണ്ട പ്രാചീന കൃതികളെല്ലാം ആദിശിവനെയാണ് വാഴ്ത്തുന്നത്. രാജാക്കന്മാരും രാജകൊട്ടാരങ്ങളും തകർന്നടിഞ്ഞെങ്കിലും അവർ പടുത്തുയർത്തിയ ക്ഷേത്രങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിലനിൽക്കുന്നത് ആദിശിവന്റെ അത്ഭുത വിളയാടലുകൾ തന്നെ. അങ്ങനെ ശിവൻ നടരാജ പെരുമാളായി ആനന്ദ നടനമായി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന മഹാക്ഷേത്രമാണ് ചിദംബരം നടരാജ ക്ഷേത്രം. സാക്ഷാൽ നടരാജസ്വാമിയാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രധാന പ്രതിഷ്ഠ. മദ്യന്തിനാർ എന്ന് പേരുള്ള ഒരു മുനിശ്രേഷ്ഠൻ ഭഗവാൻ ശ്രീ പരമേശ്വരനെ പൂജിക്കുന്നതിനായി ഒരു സ്ഥലം അന്വേഷിച്ച് നടക്കുകയായിരുന്നു. തില്ലേ വനത്തിൽ ഒരു മരച്ചുവട്ടിൽ ഒരു ശിവലിംഗമുണ്ടെന്നും പ്രസ്തുത സ്ഥലം ശിവപൂജയ്ക്ക് ഉത്തമമാണെന്നും തന്റെ പിതാവിൽ നിന്നും മുനികുമാരൻ മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം തില്ലൈ വനത്തിലെത്തുകയും ശിവലിംഗത്തിൽ പൂജ നടത്തുകയും ചെയ്തു വന്നു. അപ്പോഴാണ് മുനികുമാരന് ഒരു കാര്യം മനസ്സിലായത്. തന്റെ സ്വാമിക്ക് പൂജയ്ക്കെടുക്കുന്ന പൂക്കളിൽ പൂമ്പാറ്റകളും വണ്ടുകളും തേൻ കുടിച്ച് അശുദ്ധമാക്കിയതാണ് എന്ന്. അങ്ങനെ യാതൊരു വിധത്തിലുള്ള അശുദ്ധിയും ബാധിക്കാത്ത പൂക്കൾക്കായി അതിരാവിലെ തന്നെ മുനികുമാരൻ മരത്തിൽ കയറി പൂക്കൾ ശേഖരിച്ച് തന്റെ ശിവപൂജ തുടർന്നു. പക്ഷെ കൂടുതൽ പൂക്കൾ ശേഖരിക്കേണ്ടി വരുമ്പോൾ മരത്തിന്റെ ഏറ്റവും മുകളിലുള്ള ശിഖരങ്ങളിലേക്ക് കയറുവാൻ അദ്ദേഹം നന്നേ വിഷമിച്ചു. തനിക്ക് പൂക്കൾ ശേഖരിക്കുന്നതിന് മരത്തിന്റെ മുകളിൽ കയറുവാൻ വേണ്ടി പുലിയെപ്പോലുള്ള കാലുകളും നഖങ്ങളും കാഴ്ചശക്തിയും ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ പൂജയിൽ പ്രസാദിച്ച ശിവൻ വേണ്ടുന്ന വരങ്ങൾ നൽകി മുനികുമാരനെ അനുഗ്രഹിച്ചു. ഇനിമേലാൽ വ്യാക്രപാദർ എന്ന പേരിൽ അറിയപ്പെടും എന്ന് അരുളി ചെയ്തു. ഇതേസമയം വൈകുണ്ഠത്തിൽ അനന്തന് ഒരാഗ്രഹമുണ്ടായി. ഭഗവാൻ ശിവന്റെ ആനന്ദതാണ്ഡവം കാണണമെന്ന്. അനന്തന്റെ ഇംഗിതം അറിഞ്ഞ വിഷ്ണു തില്ലൈ വനത്തിൽ വ്യാക്രപാദർ എന്ന മുനിശ്രേഷ്ഠൻ തപസ് ചെയ്യുന്ന സ്ഥലത്ത് ചെന്ന് ഭഗവാനെ പൂജിച്ചാൽ ആനന്ദതാണ്ഡവം കാണുവാൻ സാധിക്കുമെന്ന് അരുളി ചെയ്തു. പതഞ്ജലി എന്ന നാമത്തിൽ മനുഷ്യന്റെ ഉടലും നാഗത്തിന്റെ തലയുമായി അനന്തൻ വ്യാക്രപാദരോടൊത്ത് ശിവപൂജ നടത്തി വന്നു. അങ്ങനെ കോടി സൂര്യപ്രഭയിൽ ശ്രീ പരമേശ്വരൻ നടരാജസ്വാമിയായി ഭക്തർക്ക് മുമ്പിൽ പ്രത്യക്ഷനായി. വലതുഭാഗത്തുള്ള ഒരു കൈകൊണ്ട് തുടി കൊട്ടിയും മറുകൈയാൽ അഭയം പ്രദാനം ചെയ്തും ഒരു കൈയിൽ അഗ്നിയും മറുകൈകൊണ്ട് തന്റെ കുഞ്ചിത പാദം ചൂണ്ടിക്കാട്ടിയും ഇടതുകാൽ ഉയർത്തിയും വലതുകാൽ കൊണ്ട് അപസ്മാരഭൂതത്തെ ചവിട്ടിയും തിരുജടകൾ വിരിച്ച് ഭഗവാൻ ആനന്ദ നടനമാടി. ബ്രഹ്മാവ്, വിഷ്ണു, ഇന്ദ്രാദി ദേവന്മാർ എല്ലാവരും ഈ തിരുനടനത്തിൽ ലയിച്ചിരുന്നു. ചിത്ത് ആകുന്ന അമ്പരം, അതാണ് ചിദംബരം. ചിത്ത് എന്നാൽ അറിവ് എന്നും അമ്പരം എന്നാൽ ആകാശമെന്നും ആകാശത്തോളം അറിവ്, അതായത് അനന്തമായ ജ്ഞാനം എന്നർത്ഥം. പഞ്ചഭൂത തത്വ ക്ഷേത്രങ്ങളിൽ ആകാശലിംഗത്തെ കുറിക്കുന്നതാണ് ഈ ക്ഷേത്രം. നമുക്കിനി പഞ്ചഭൂത ശിവലിംഗ ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഭൂമി തത്വത്തെ പ്രതിനിധീകരിക്കുന്ന ക്ഷേത്രം ഏകാംബരനാഥർ ക്ഷേത്രമാണ്. ഇത് കാഞ്ചീപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ജലതത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നത് ജംബുകേശ്വര ക്ഷേത്രമാണ്. തിരുവാനക്കാവിൽ ട്രിച്ചി എന്ന സ്ഥലത്തുള്ള ക്ഷേത്രമാണിത്. അഗ്നിതത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നത് അരുണാചലേശ്വര ക്ഷേത്രമാണ്. അത് തിരുവണ്ണാമലയിലാണ്. വായു തത്വത്തെ പ്രതിനിധാനം
പ്രതിനിധാനം ചെയ്യുന്നത് ശ്രീ കാളഹസ്തീശ്വര ക്ഷേത്രത്തിലാണ്. തിരുക്കാളഹസ്തി എന്ന സ്ഥലത്താണ് ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാളഹസ്തി ക്ഷേത്രത്തെക്കുറിച്ച് നേരിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ആകാശ തത്വത്തെ പ്രതിനിധീകരിക്കുന്നതാണ് നമ്മുടെ നടരാജ ക്ഷേത്രം, ചിദംബരം നടരാജ ക്ഷേത്രം. തില്ലൈ വനങ്ങൾ നിറഞ്ഞ സ്ഥലമായതിനാൽ തില്ലൈ അമ്പലം എന്നും ചിദംബരം ക്ഷേത്രം അറിയപ്പെടുന്നു. ശിവൻ തിരുനടനമാടിയ 5 മഹാസഭകളിൽ ഒന്നായ കനകസഭ ചിദംബരം ക്ഷേത്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആനന്ദ താണ്ഡവമാണ് ഭഗവാൻ ഇവിടെ ആടിയത്. ശിവഭഗവാൻ നടനമാടിയ പഞ്ചസഭകൾ ഏതൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. തിരുകുറ്റാലനാഥർ ക്ഷേത്രം കുറ്റാലം തെങ്കാശിയിലാണ്. ചിത്രസഭയാണ് ഇവിടുത്തെ സഭയുടെ പേര്. ഇവിടെ ആടിയത് ത്രിപുര താണ്ഡവമാണ്. രണ്ടാമത്തേത് തിരു ആലങ്കോട് ക്ഷേത്രമാണ്. ചെന്നൈയിലുള്ള തിരുവാലങ്കോടിലാണ്. രത്നസഭയാണ് ഇവിടുത്തെ സഭ. ഊർദ്ധ താണ്ഡവമാണ് ഇവിടെ ആടിയത്. മൂന്നാമത്തെ ക്ഷേത്രം തിരുനെല്ലയപ്പർ കോവിൽ, തിരുനെൽവേലിയിലാണ് ഇത്. ഇവിടെ താമ്രസഭയാണ്. ഇവിടെ മുനി താണ്ഡവമാണ് ഭഗവാൻ ആടിയത്. നാലാമത്തെ ക്ഷേത്രം മീനാക്ഷി സുന്ദരേശ്വരം ക്ഷേത്രമാണ്. മധുര രജത സഭയാണ് ഇവിടെയുള്ളത്. സന്ധ്യാ താണ്ഡവമാണ് ഇവിടെ ഭഗവാൻ ആടിയത്. അഞ്ചാമത്തെ ക്ഷേത്രം ചിദംബര നടരാജർ ക്ഷേത്രമാണ്. ചിദംബരം എന്ന സ്ഥലമാണ്. കനകസഭയാണ് ഇവിടുത്തെ സഭ. ആനന്ദ നടനമാണ് ഭഗവാൻ ഇവിടെ ആടിയത്. 4 അതിമനോഹരങ്ങളായ കൂറ്റൻ രാജഗോപുരങ്ങൾ 4 ദിക്കിലുമായി ക്ഷേത്രത്തെ അലങ്കരിക്കുന്നു. 108 ഭാവങ്ങളിൽ നടനം ചെയ്യുന്ന നടരാജ വിഗ്രഹങ്ങൾ രാജഗോപുരങ്ങളിൽ സ്ഥാനം പിടിച്ചിരുന്നു. ചിദംബരം ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ ക്ഷേത്രമേൽക്കൂര 21,600 ഓടുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്നതാണ്. അത് ഒരു മനുഷ്യൻ ഒരു ദിവസം നടത്തുന്ന ശ്വാസകോശത്തിന്റെ കണക്കായിട്ടാണ്. ശാസ്ത്രകാരന്മാർക്ക് പോലും ഇതൊരു അത്ഭുതമാണ്. ചിത്സഭ, കനകസഭ, നിത്യസഭ, ദേവസഭ, രാജസഭ എന്നിങ്ങനെ 5 സഭകൾ ക്ഷേത്രത്തിലുണ്ട്. ചിത്സഭയിലാണ് നടരാജ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ചിത്സഭയ്ക്ക് നേരെ കനകസഭ സ്ഥിതി ചെയ്യുന്നു. കനകസഭയെ പൊന്നമ്പലം എന്നും പറയുന്നു. നടരാജസ്വാമിയുടെ കൊടിമരത്തിന്റെ തെക്ക് ഭാഗമാണ് കനകസഭ. ഊർദ്ധതാണ്ഡവമൂർത്തിയെയും മഹാശരഭേശ്വരനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്ന നിത്യസഭയും ബൃഹത്തായ ദേവസഭയും 1000 കാൽമണ്ഡപം സ്ഥിതി ചെയ്യുന്ന രാജസഭയും കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. ചിദംബര രഹസ്യത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. ചിത്സഭയിൽ നടരാജ വിഗ്രഹം സ്ഥിതി ചെയ്യുന്നതിന് വലതുഭാഗത്തായിട്ടാണ് ചിദംബര രഹസ്യം എന്ന പേരിൽ വിശ്വവിഖ്യാതമായ ആകാശലിംഗം സ്ഥിതി ചെയ്യുന്നത്. ഇവിടം സ്വർണ്ണ വില്വദളങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. ഈ ഭാഗം വലിയ തിരശീലയാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇവിടെയും ശൂന്യമാണ്, അതായത് ആകാശം പോലെ അനന്തമാണ്. പൂജാസമയങ്ങളിൽ തിരശീല നീക്കി ആരതി ഒഴിഞ്ഞ് ഭക്തർക്ക് ദർശനം നൽകുന്നു. ചിദംബരം ക്ഷേത്രത്തിനുള്ളിൽ ചിത്സഭയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന വിഷ്ണു ക്ഷേത്രമാണ് തിരുചിത്രകൂടം വിഷ്ണു ക്ഷേത്രം. വിഷ്ണു ഇവിടെ ഗോവിന്ദരാജൻ എന്ന പേരിൽ കുടികൊള്ളുന്നു. തില്ലൈ ഗോവിന്ദൻ എന്നും പേരുണ്ട്. 108 വൈഷ്ണവ ദിവ്യദേശങ്ങളിൽ 40ാമത്തെ ദിവ്യദേശമാണ് ചിത്രകൂടം. ശിവന്റെ നടരാജ നൃത്തം കാണുവാൻ വിഷ്ണു ഇവിടെ എത്തുകയും ഭുജംഗശയനം ചെയ്ത് തിരുനടനം ദർശിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. പുണ്ടരീകവല്ലി എന്ന പേരിൽ മഹാലക്ഷ്മിയും ഈ കോവിലിൽ വാണരുളുന്നു. ദേവി പാർവതി ശിവകാമി എന്ന പേരിൽ പ്രത്യേകം കോവിലിൽ വാണരുളുന്നുണ്ട്. ഗണപതി, മുരുകൻ, നവഗ്രഹങ്ങൾ, ദുർഗ തുടങ്ങിയ ദേവതകളും ഇവിടെ പ്രത്യേക സന്നിധിയിൽ സ്ഥിതി ചെയ്യുന്നു. ഭഗവാന്റെ തൃശൂലത്തിൽ നിന്നും ഉത്ഭവിച്ച ശിവഗംഗ തീർത്ഥം, വ്യാഘ്രപാദ തീർത്ഥം, ബ്രഹ്മതീർത്ഥം തുടങ്ങിയ തീർത്ഥങ്ങളും ഇവിടെയുണ്ട്. ധനുമാസത്തിലെ തിരുവാതിരയാണ് ഇവിടെ പ്രധാന ഉത്സവം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ചിദംബരനാഥനെ ദർശിക്കുവാൻ നിരവധി ഭക്തരാണ് എത്തുന്നത്. തമിഴ്നാട്ടിലെ എല്ലാ പട്ടണങ്ങളിൽ നിന്നും ചിദംബരത്തിന് ബസ്, ട്രെയിൻ സർവീസുകൾ യഥേഷ്ടം ലഭിക്കുന്നതാണ്. മയിലാടുംതുറൈ, വിഴുപ്പുറം എന്നിവയാണ് പ്രധാന സമീപത്തുള്ള നഗരപ്രദേശങ്ങൾ. ചെറുതും വലുതുമായ നിരവധി താമസ സൗകര്യങ്ങൾ ചിദംബരത്ത് ലഭ്യമാണ്. ക്ഷേത്രം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 10 വരെയും തുറന്നിരിക്കും. തില്ലൈ നടരാജർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കടലൂർ ജില്ലയിലെ ചിദംബരം എന്ന സ്ഥലത്താണ്. എല്ലാവരും ഒരിക്കലെങ്കിലും ചിദംബരം തില്ലൈ നടരാജ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഭഗവാന്റെ ദർശനം നിങ്ങൾക്ക് ജന്മപുണ്യമായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.